പ്രിയ വിദ്യാർത്ഥികളെ, വെൽക്കം ടു ആൾ. നമ്മുടെ പുതിയൊരു ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മുടെ കിങ്ഡം മോണിറയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കിങ്ഡം മോണിറയെ കുറിച്ച് നമ്മൾ പഠിച്ചത്? കിങ്ഡം മോണിറ എന്ന് പറഞ്ഞാൽ അത് പ്രോകാരിയോട്ടിക് ഓർഗാനിസങ്ങളാണ്. വളരെ ചെറിയ കോശങ്ങളുള്ള ചെറിയ ജീവികളാണ് കിങ്ഡം മോണിറ അഥവാ ബാക്ടീരിയ. ഭൂമിയിലെ എല്ലായിടത്തും ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ജീവികളാണ് കിങ്ഡം മോണിറയിലെ ബാക്ടീരിയകൾ. അപ്പോൾ ഇവർക്ക് പല ബാക്ടീരിയകൾക്കും താപനിലയുടെയും അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും അതുപോലെ ആസിഡിറ്റിയുടെയൊക്കെ തീവ്രമായ സാഹചര്യങ്ങളിലും ജീവിക്കാൻ കഴിയുന്നവരാണ്. മനുഷ്യ ശരീരത്തിൽ ഉൾപ്പെടെയുള്ള മറ്റ് സസ്യജന്തുക്കളുടെയൊക്കെ ശരീരത്തിൽ അകത്തും പുറത്തുമായിട്ട് ബാക്ടീരിയകളെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരിൽ മനുഷ്യ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയൽ കോശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മിക്ക ബാക്ടീരിയകളും നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ചിലത് നമുക്ക് സഹായകരമാണ്. വളരെ ചെറിയ എണ്ണം മാത്രം നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ബാക്ടീരിയയുടെ പല രൂപവും അതിൻ്റെ ഷേപ്പൊക്കെ പഠിച്ചതാണ്. നീണ്ട ആകൃതിയിലാവാം, ഗോളാകൃതിയിലാവാം, അങ്ങനെ പല ഷേപ്പിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് റീപ്രൊഡക്ഷൻ ഉദ്ദേശിച്ചത്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ഇപ്പം മിക്കവാറും എല്ലാ ജീവികളുടെയും എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതിനെ നമ്മൾ അതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ബാക്ടീരിയയുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ സാധാരണ ജീവികളിൽ കാണപ്പെടുന്ന രണ്ട് തരം റീപ്രൊഡക്ഷനാണ്. ഒന്ന് അസെക്ഷുവൽ റീപ്രൊഡക്ഷനും മറ്റൊന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷനും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷനും ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രിമിറ്റീവ് ഫോം ആണെന്ന് മാത്രം. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളാണ്, പ്രോകാരിയോട്ടിക് ആണ്, സിമ്പിൾ സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റീപ്രൊഡക്ഷനും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബോത്ത് അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി. അസെക്ഷുവൽ റീപ്രൊഡക്ഷനും അതുപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ സിമ്പിൾ ഫോമാണ് നടക്കുന്നത്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു സിംഗിൾ പാരന്റ് മാത്രം ഉണ്ടെങ്കിൽ നടക്കുന്നതാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ ബാക്ടീരിയയിൽ നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പാണ്. ഒന്ന് ബൈനറി ഫിഷൻ, മറ്റൊന്ന് ബഡ്ഡിങ്, മറ്റൊന്ന് എൻഡോസ്പോർ ഫോർമേഷൻ. ഇപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പാരന്റ് മാത്രം ഉണ്ടായിക്കൊണ്ടുള്ള ഇൻവോൾവ് ചെയ്തിട്ടുള്ള റീപ്രൊഡക്ഷനാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്സ് ഓർഗൻസോ സെക്സ് സെൽസോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള റീപ്രൊഡക്ഷൻ ബാക്ടീരിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് തരത്തിലാണ്. ഒന്ന് ബൈനറി ഫിഷൻ, രണ്ട് ബഡ്ഡിങ്, മൂന്ന് എൻഡോസ്പോർ ഫോർമേഷൻ. അപ്പോൾ എന്താണ് ബൈനറി ഫിഷൻ? ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എ സിംഗിൾ സെൽ ഡിവൈഡ്സ് ഇൻറ്റു ടു ഈക്വൽ സെൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാക്ടീരിയൽ സെല്ല് കാണാം. എ സിംഗിൾ സെൽ ഡിവൈഡ്സ് ഇൻറ്റു ടു ഈക്വൽ സെൽ. ഒരു ബാക്ടീരിയൽ സെല്ല് രണ്ട് സെല്ലായി ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ഫിഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ല് രണ്ട് സെല്ലായി ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു ബാക്ടീരിയൽ സെല്ല് അതിൻ്റെ ക്രോമസോം അല്ലെങ്കിൽ DNA രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് എൻഡിലേക്ക് പോയതിനു ശേഷം ഈ ബാക്ടീരിയൽ സെല്ല് നേരെ നടു ഡിവൈഡ് ചെയ്ത് രണ്ട് ബാക്ടീരിയൽ സെല്ലായി മാറുന്നു, രണ്ട് ഡോട്ടർ സെൽസ് ആയി മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബൈനറി ഫിഷൻ ഈസ് എ റാപ്പിഡ് പ്രോസസ്. വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു റീപ്രൊഡക്ഷൻ മെക്കാനിസം ആണെന്ത്? ബൈനറി ഫിഷൻ. ദ ഡിവിഷൻ അറ്റ് ആൻ ഇന്റർവെൽ ഓഫ് 20 to 30 minutes. ഒരു ബാക്ടീരിയ ഉണ്ടായി 20-30 മിനിറ്റുകൾക്ക് ശേഷം അതിൻ്റെ വളർച്ച പൂർണ്ണമായി അത് രണ്ട് ബാക്ടീരിയൽ സെല്ലായി ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു ബാക്ടീരിയ രണ്ട് ബാക്ടീരിയ ആവാൻ എത്ര സമയം മതി? വെറും 20-30 മിനിറ്റ് സമയം മതി. അപ്പം അതിനകത്ത് ഈ ഒരു ബാക്ടീരിയ രണ്ട് ബാക്ടീരിയയായി മാറിയിരിക്കും എന്നർത്ഥം. അപ്പം അത്രയും വേഗത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ത്? ബൈനറി ഫിഷൻ. അനുകൂല സാഹചര്യത്തിൽ വളരെ വേഗം ബാക്ടീരിയ അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, അതല്ലെങ്കിൽ ബാക്ടീരിയ സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു.
അപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ല് ഒരു 20-30 മിനിറ്റുകൾക്കുള്ളിൽ 2 ബാക്ടീരിയൽ സെല്ലാവും. ഈ 2 ബാക്ടീരിയൽസെയും അടുത്ത 20-30 എന്താവും, അടുത്ത 20 അല്ലെങ്കിൽ 30 മിനിറ്റുകൾക്കുള്ളിൽ ഈ ബാക്ടീരിയൽ സെല്ല് 4 ആവും. അടുത്തൊരു അരമണിക്കൂറിനുള്ളിൽ ഈ ബാക്ടീരിയൽ സെല്ല് 8 ആവും, 16 ആവും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ ഈ ബാക്ടീരിയയുടെ എണ്ണം വളരെ പെട്ടെന്ന് വർദ്ധിക്കും. അപ്പോൾ 10,000 ബാക്ടീരിയൽ സെൽ ഉണ്ടെങ്കിൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ അത് 20,000 സെല്ലാവും. 1,00,000 ബാക്ടീരിയൽ സെൽ ഉണ്ടെങ്കിൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ അതെന്താവും, 2,00,000 സെൽസായി വർദ്ധിക്കും. അപ്പോൾ വളരെ റാപ്പിഡായി വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു ബാക്ടീരിയൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ത്, ബൈനറി ഫിഷൻ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും രോഗാണുക്കൾ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അനുകൂല സാഹചര്യത്തിൽ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ എണ്ണം വർദ്ധിക്കും. ഇപ്പോൾ രാത്രിയൊക്കെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം കിടക്കുമ്പോൾ പ്രത്യേകിച്ചാവുന്ന അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും അതിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വർദ്ധിക്കുന്ന ഈ ബാക്ടീരിയക്കെതിരെ നമ്മുടെ ശരീരം അതിൻ്റെ പ്രതിരോധ മെക്കാനിസം എടുക്കുന്നു. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉയരും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീവർ അല്ലെങ്കിൽ പനി എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെങ്കിലും നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് പനി ഉണ്ടാകാനുള്ള കാരണം ഈ ബാക്ടീരിയയുടെ എണ്ണം വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ആ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരം താപനില ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ബാക്ടീരിയയുടെ വർധനവ് തടയാൻ ശ്രമിക്കുന്നു. അതാണ് നമുക്ക് പനിയായിട്ട് തോന്നുന്നത്. ഒരു കാരണം കേട്ടോ, പനിയുടെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ ഒരു ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ ആണെന്ത്, ബഡ്ഡിങ്. എന്താണ് ബഡ്ഡിങ്? So the bacterial cell develop a small swelling at one side. ഇപ്പോൾ ബാക്ടീരിയൽ സെല്ല് ഈ ഒരു സെല്ലിൻ്റെ ഒരു സൈഡിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുന്നു, ഒരു ചെറിയ സ്വെല്ലിംഗ്, ഒരു എന്താണ് പറയുക, ഒരു ബഡ് ഉണ്ടാവുന്നു. വിച്ച് ഗ്രാജുവലി ഇൻക്രീസ് ഇൻ സൈസ്. പിന്നെ ഇതിൻ്റെ സൈസ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. Then the bacterial nucleus undergo division. ഈ സമയത്ത് തന്നെ ബാക്ടീരിയയുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ന്യൂക്ലിയസിന്റെ ഒരു ഭാഗവും സൈറ്റോപ്ലാസവും കൂടെ ഈ പുതുതായി ഫോം ചെയ്ത ബഡിലേക്ക് നീങ്ങുന്നു. ഒരു ഭാഗം ഈ മദർ സെല്ലിൽ തന്നെ നിൽക്കുന്നു. സോ ദ ന്യൂക്ലിയസ് അണ്ടർഗോസ് ഡിവിഷൻ where one remains with the mother cell and the other move to the bud or the swelling. Then this outgrowth is the bud. അങ്ങനെ ഈ ബാക്ടീരിയൽ സെല്ലിന് പുറമെ ഫോം ചെയ്യുന്ന ഈ ഔട്ട് ഗ്രോത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ് എന്ന് പറയുന്നത്. which gets separated from the mother cell by a partition wall. ഈ മദർ സെല്ലിൽ നിന്നും ഈ പുതുതായി ഉണ്ടാകുന്ന ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ബഡ് ഡിറ്റാച്ച് ചെയ്യുന്നു. ഡിറ്റാച്ച് ചെയ്ത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് പുതിയ ബാക്ടീരിയയായി വളർന്നു വരുന്നു. ഈ പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അഥവാ ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെക്കാനിസമാണ്. പുതിയൊരു ബാക്ടീരിയ ഉണ്ടാവുന്നു, പഴയൊരു ബാക്ടീരിയ സെല്ലിൽ നിന്നും പുതിയ ബാക്ടീരിയ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇതൊരു ബഡ്ഡിങ് എന്ന് പറയുന്ന റീപ്രൊഡക്ഷൻ മെക്കാനിസമായിട്ട് കണക്കൂട്ടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആദ്യം ബാക്ടീരിയൽ സെല്ലിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ സ്വെല്ലിങ്, ഒരു വേർത്ത സ്ട്രക്ചർ ഉണ്ടാവുന്നു. അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ സമയത്ത് ബാക്ടീരിയയുടെ ക്രോമസോമൽ DNA അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്നറിയപ്പെടുന്ന ക്രോമസോമൽ DNA ഡിവൈഡ് ചെയ്ത് 2 പാർട്ടാവുന്നു. ഒരു പാർട്ട് ഈ പാരന്റ് മദർ സെല്ലിൽ തന്നെ നിൽക്കുന്നു, മറ്റൊരു പാർട്ടും കുറച്ച് സൈറ്റോപ്ലാസം കൂടെ ഈ പുതുതായി ഉണ്ടായിട്ടുള്ള ബഡിലേക്ക് അല്ലെങ്കിൽ ഔട്ട് ഗ്രോത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഔട്ട് ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഈ പാരന്റ് സെല്ലിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് അതിന് വേർപെട്ട് പോകുന്നു. അത് മണ്ണിലെത്തിക്കഴിഞ്ഞാൽ അതൊരു പുതിയ ബാക്ടീരിയ ആയി ഡെവലപ്പ് ചെയ്യുന്നു. അതിനാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അടുത്തൊരു റീപ്രൊഡക്ഷൻ ആണ് എൻഡോസ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ സാധാരണഗതിയിൽ ബാക്ടീരിയയുടെ വളരാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് ബാക്ടീരിയ ഈ എൻഡോസ്പോർ ഫോർമേഷൻ വഴിയുള്ള റീപ്രൊഡക്ഷൻ നടക്കുന്നത്. So these spores are formed during unfavorable environmental condition like desiccation or starvation. അപ്പോൾ ഈ സ്പോർസ് ഫോം ചെയ്യുന്നത് അൺഫേവറബിൾ എൻവയോൺമെന്റൽ കണ്ടീഷനിലാണ്. ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ബാക്ടീരിയ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണെന്ത്, ഈ സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്.
ആൻഡ് ദ സ്പോർസ് ആർ ഫോംഡ് വിത്തിൻ ദ സെൽ, ദേ ആർ കോൾഡ് എൻഡോസ്പോർ. ഈ സ്പോർ ഉണ്ടാവുന്നത് ഈ ബാക്ടീരിയൽ സെല്ലിനുള്ളിലാണ്. ഈ ബാക്ടീരിയൽ സെല്ലിനുള്ളിലാണ് ഈ സ്പോർസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു? എൻഡോസ്പോർ എന്ന് പറയുന്നു. ആൻഡ് ഓൺലി വൺ സ്പോർ ഈസ് ഫോംഡ് ഇൻ എ ബാക്ടീരിയൽ സെൽ. ഒരു ബാക്ടീരിയൽ സെല്ലിനകത്ത് ഒരൊറ്റ സ്പോർ മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഈ സ്പോർ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയക്ക് അത്യാവശ്യം വേണ്ട ന്യൂക്ലിയസും അതുപോലെ സൈറ്റോപ്ലാസം കൂടെ എല്ലാം കൂടെ ചേർന്ന് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനായി നിൽക്കുന്നതാണെന്ത്? സ്പോർ. ബാക്ടീരിയക്ക് വളരാൻ സാധ്യമല്ലാത്ത സാഹചര്യമാണെങ്കിൽ, എൻവയോൺമെന്റ് ആണെങ്കിൽ, ഈ ബാക്ടീരിയ അതിന്റെ ന്യൂക്ലിയസും അതിന്റെ സൈറ്റോപ്ലാസും മറ്റ് അത്യാവശ്യമുള്ള ഓർഗാനിൽസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാക്കി നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ന്യൂക്ലിയസ് അതുപോലെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനോട് കൂടി കവർ ചെയ്ത് നിൽക്കുന്നു. അതിനാണ് എന്ത് പറയുന്നത്? സ്പോർ എന്ന് പറയുന്നത്. ഈ സ്പോർ സെല്ലിനകത്തായതുകൊണ്ട് അതിനെന്ത് പറയുന്നു? എൻഡോസ്പോർ എന്ന് പറയുന്നു. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇൻസൈഡ്. അതുപോലെ ഒരു സെല്ലില് ഒരു സ്പോർ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ഓൺ ജെർമിനേഷൻ ഇറ്റ് ഗിവ് റൈസ് ടു എ ബാക്ടീരിയൽ സെൽ. ഈ ബാക്ടീരിയൽ സെല്ല് നശിച്ചു പോയി കഴിഞ്ഞാലും ഈ സ്പോറിനൊന്നും സംഭവിക്കുന്നില്ല. ഈ സ്പോർ അനുകൂല സാഹചര്യത്തിൽ പുതിയ ഒരു ബാക്ടീരിയയായി ഡെവലപ്പ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതൊരു മറ്റൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസമാണ്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം, രണ്ട് പാരന്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു റീപ്രൊഡക്ഷൻ ആണെന്ത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു ട്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയ ഇല്ല. കാരണം ഇതൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഇവിടെ സെക്സ് ഓർഗാനിസോ സെക്സ് സെൽസോ ഗ്യാമേറ്റ്സോ ഒന്നും ഇല്ല. അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരു പ്രിമിറ്റീവ് ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ബാക്ടീരിയയിൽ നടക്കുന്നത്. ട്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ആബ്സെന്റ് ഇൻ ബാക്ടീരിയ. പിന്നെന്താണ്? എ പ്രിമിറ്റീവ് ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് ജനറ്റിക് റീകോമ്പിനേഷൻ. ഈ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ by genetic recombination. എന്താണ് genetic recombination? Bringing together of genetic material of two bacterial cell. രണ്ട് ബാക്ടീരിയൽ സെല്ലിന്റെ DNA ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. എന്നിട്ട് ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ബാക്ടീരിയൽ സെൽ എന്നുള്ള ഒരു DNA പാർട്ടും മറ്റൊരു ബാക്ടീരിയൽ സെല്ലിന്റെ DNA പാർട്ടും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാകുന്നു. ഇതിനാണെന്ന് പറയുന്നത് ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്ന ടൈപ്പിനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രിമിറ്റീവ് ഫോം ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി ഈ ജനറ്റിക് ബാക്ടീരിയൽ സെല്ലിൽ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നത് പ്രധാനമായും 3 തരത്തിലാണ്. 3 മെത്തേഡ്സ് ഓഫ് ജനറ്റിക് റീകോമ്പിനേഷൻ. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നു, മറ്റൊന്ന് ട്രാൻസ്ഡക്ഷൻ, മറ്റൊന്ന് കോൺജുഗേഷൻ. ഇപ്പോൾ ബാക്ടീരിയൽ സെല്ലിൽ 3 മെത്തേഡാണ് ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നത്. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്, 2 ട്രാൻസ്ഡക്ഷൻ ആണ്, 3ാമത്തത് കോൺജുഗേഷൻ ആണ്. ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. സെക്ഷുവൽ റീപ്രൊഡക്ഷന് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതുപോലെ ഏതൊക്കെ ഫോമിലാണ് നടക്കുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷന് 1 ബൈനറി ഫിഷൻ വഴി, 2 ബഡ്ഡിങ് വഴി, 3 എൻഡോസ്പോർ ഫോർമേഷൻ വഴി. സെക്ഷുവൽ റീപ്രൊഡക്ഷന് 1 ട്രാൻസ്ഫോർമേഷൻ വഴി, 1 ട്രാൻസ്ഡക്ഷൻ വഴി, മറ്റൊന്ന് കോൺജുഗേഷൻ വഴി. അപ്പോൾ ഇത്രയാണ് ബാക്ടീരിയൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ബൈനറി ഫിഷനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വ്യക്തമായി മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിലൊന്നും ഇല്ലാത്തതാണ്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ബാക്ടീരിയ, യു ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകളുണ്ട് യു ബാക്ടീരിയയിൽ. ഇപ്പോൾ ആക്ടിനോമൈസർസ്, കീമോട്ടോട്രോഫസ്, സൈനോബാക്ടീരിയ, എൻഡറോബാക്ടീരിയ, അതുപോലെ റിക്കറ്റ്സിയൻസ്, ബഡ്ഡിംഗ് ഇങ്ങനെ പലതരം ബാക്ടീരിയൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഈ സൈനോ ബാക്ടീരിയ ആണ്. അപ്പോൾ ഒരുപാട് യു ബാക്ടീരിയൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, സൈനോ ബാക്ടീരിയ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഏതാണ്? സൈനോ ബാക്ടീരിയ. എന്താണ് സൈനോ ബാക്ടീരിയ? The cyanobacteria are gram-negative prokaryotes which perform oxygenic photosynthesis like plants. പ്ലാന്റ്സിനെ പോലെ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഗ്രാം നെഗറ്റീവ് പ്രോകാരിയോട്ട് ആണെന്ന് സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയ ഇതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നു,
അതല്ലെങ്കിൽ സൈനോഫൈറ്റ, ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ജീവികളാണെന്ത്? സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. ദേ ആർ ഗ്രാം നെഗറ്റീവ് പ്രോകാരിയോട്സ്. ഗ്രാം നെഗറ്റീവ് ഒക്കെ നിങ്ങൾ വളരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള പ്രോകാരിയോട്ട് ഓർഗാസമാണ് സൈനോ ബാക്ടീരിയ, വിച്ച് പെർഫോം ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ലൈക്ക് പ്ലാന്റ്സ്. സാധാരണ ബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല. പക്ഷേ പ്ലാന്റ്സിനെ പോലെ ഓക്സിജനിക് ഫോട്ടോസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയൽ ഗ്രൂപ്പാണ് സൈനോ ബാക്ടീരിയ. And they are the largest and most diverse group of photosynthetic bacteria. ഫോട്ടോസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയയിലെ ഏറ്റവും ഡൈവേഴ്സ് ആൻഡ് ലാർജസ്റ്റ് ഗ്രൂപ്പാണ്, ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. അതുപോലെ ഏറ്റവും വൈവിധ്യപൂർണമായ ഗ്രൂപ്പാണ് ഇത് സൈനോ ബാക്ടീരിയ. ഫോട്ടോസിന്തസിസ് നടക്കുന്ന ബാക്ടീരിയകളിലെ ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും ഡൈവേഴ്സും വ്യത്യസ്തമായ ഗ്രൂപ്പാണ് ഫോട്ടോസിന്തറ്റിക് സൈനോ ബാക്ടീരിയ. And they live in all types of habitats including hot springs. ചൂടു നീരുറവകൾ ഉൾപ്പെടെയുള്ള എല്ലാതരം ആവാസ വ്യവസ്ഥകളിലും ജീവിക്കാൻ കഴിയുന്ന പ്രോകാരിയോട്ട് കൂടിയാണ് ആര്? സൈനോ ബാക്ടീരിയ. അപ്പോൾ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരാം, അതുപോലെ വാട്ടറിൽ, ഫ്രഷ് വാട്ടറിൽ, അതുപോലെ മറൈൻ വാട്ടർ, സോയിൽ, ഇങ്ങനെ വ്യത്യസ്തമായ ഹാബിറ്റാറ്റ്സിൽ വളരാൻ സാധിക്കുന്ന പ്രോകാരിയോട്ട് കൂടിയാണ് കിങ്ഡം മോണിയറയിലെ സൈനോ ബാക്ടീരിയ. ആൻഡ് ദേ ഓഫൺ ഫോംസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. മലിനജലത്തിൽ വളരെ നന്നായി വളരാൻ സാധിക്കുന്ന ബാക്ടീരിയയാണ് സൈനോ ബാക്ടീരിയ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ മലിനജലത്തിൽ ഇങ്ങനെ ഈ പച്ച നിറത്തിൽ കാണുന്നതൊക്കെ എന്താണ്? സൈനോ ബാക്ടീരിയകളാണ്. ഇപ്പോൾ വെള്ളത്തിൽ സൈനോ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വെള്ളം മലിനജലമായിട്ട് കണക്കാക്കാം. കാരണം ഈ മലിനജലത്തിലുള്ള പല മിനറൽസും ഈ സൈനോ ബാക്ടീരിയയുടെ ഗ്രോത്തിന് നന്നായി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മലിനജലത്തിലാണ് ഈ സൈനോ ബാക്ടീരിയയുടെ ഗ്രോത്ത് നന്നായി നടക്കുന്നത്. അതുകൊണ്ട് ദേ ഓഫൺ ഫോംസ് ബ്ലൂംസ് ഇൻ പൊള്യൂട്ടഡ് വാട്ടർ ബോഡീസ്. And they were the first to make the atmospheric aerobic. ഈ ഭൂമിയിൽ ആദ്യത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്ന ജീവികൾ അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ബാക്ടീരിയകളൊന്നും ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് അല്ല നടത്തിയിരുന്നത്, അൺഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. എന്നാൽ സൈനോ ബാക്ടീരിയയുടെ വരവോടുകൂടിയാണ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടായത്, ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ചത്. സോ ദേ വർ ദ ഫസ്റ്റ് ടു മേക്ക് അറ്റ്മോസ്ഫിയർ എയറോബിക്. ഈ അറ്റ്മോസ്ഫിയറിനെ എയറോബിക് ആക്കി അല്ലെങ്കിൽ ഓക്സിജൻ ഉള്ള അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് എന്ന് പറയുന്ന ആർക്കാണ്? സൈനോ ബാക്ടീരിയ ആണ്. അപ്പോൾ സൈനോ ബാക്ടീരിയ ഉണ്ടായത് കൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടായത്? ഓക്സിജൻ ഉണ്ടായത് കൊണ്ട് ഓക്സിജൻ ഉണ്ടായത്. അതുകൊണ്ടാണ് അതിനെ എയറോബിക് എന്ന് പറയുന്നത്. And cyanobacteria have chlorophyll similar to green plants. സാധാരണ ഗ്രീൻ പ്ലാന്റ്സിനെ പോലുള്ള ക്ലോറോഫിൽ എ ഈ സൈനോബാക്ടീരിയയിൽ പ്രസന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈനോബാക്ടീരിയ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലെല്ലാം സൈനോബാക്ടീരിയയെ പ്ലാന്റ്സിന്റെ കൂട്ടത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം അതിന് പ്ലാന്റ്സിനെ പോലുള്ള ക്ലോറോഫിൽ എ ഉണ്ട്, അതുപോലെ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുണ്ട് എന്നുള്ള കാരണം കൊണ്ട്. പക്ഷേ അതിന്റെ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ടിക് സെൽ സ്ട്രക്ചർ ആണ്. സോ ദ സൈനോബാക്ടീരിയ മേ ബി യൂണിസെല്ലുലാർ. ചിലപ്പോൾ ഒരു സിംഗിൾ സെല്ലായിട്ട് കാണാം, ഒരു സിംഗിൾ സെല്ലായിട്ട് കാണാം. എക്സാമ്പിൾ ആണ് സ്പിറുലിന. ഓർ കൊളോണിയൽ ഫോം, ഒരുപാട് സെൽസ് കൂടി ചേർന്നിട്ടുള്ള ഒരു കോളനി ഫോമിൽ കാണാം. എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്. ഓർ ഫിലമെന്റസ് ഫോം. ഒരുപാട് സെല്ല് നീണ്ട ഫിലമെന്റ് ആയി കാണാം. അതിന് എക്സാമ്പിൾ ആണ് ഓസിലറ്റോറിയ. ആൻഡ് സൈനോബാക്ടീരിയൽ സെൽസ് ആർ ലാർജർ ദാൻ ബാക്ടീരിയൽ സെൽ. സാധാരണയുള്ള ബാക്ടീരിയൽ യൂബാക്ടീരിയയിലെ മറ്റ് ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് വലിയ സെൽസ് ആണ് സൈനോബാക്ടീരിയക്ക് ഉള്ളത്. സോ ദ സൈനോബാക്ടീരിയൽ സെൽസ് ആർ ലാർജർ ദാൻ ബാക്ടീരിയ. ആൻഡ് their cells are covered by a mucilage or gelatinous sheath. ഈ സെല്ലിന് സെൽ മെമ്പറിന് സെൽ വാളൊക്കെ ഉണ്ട്. ആ സെൽ വാളിന് പുറത്ത് മ്യൂസിലേജിനസ് ഷീത്ത് അല്ലെങ്കിൽ ഒരു ജലാറ്റിനസ് ഷീത്ത് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ സൈനോബാക്ടീരിയയുടെ സെൽസ്. സോ ദ സെൽസ് ആർ കവേർഡ് ബൈ മ്യൂസിലേജ് ഓർ ജലാറ്റിനസ് ഷീത്ത്.
ആൻഡ് ദെയർ സെൽ സ്ട്രക്ചർ ഈസ് പ്രോകാരിയോട്ടിക്. പ്രോകാരിയോട്ടിക് ടൈപ്പ് സെൽ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ഈ സൈനോബാക്ടീരിയക്കുള്ളത്. അതായത് സെൽ വാൾ വിത്ത് പെപ്റ്റിഡോഗ്ലൈക്കാൻ, പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. അതുപോലെ 70S റൈബോസോം, 70S റൈബോസോം ഉണ്ട്. നേക്കഡ് DNA, മെംബ്രെയിൻ ബൗണ്ട് കവർ ചെയ്തിട്ടില്ലാത്ത DNA അല്ലെങ്കിൽ ക്രോമസോം. ആൻഡ് ദി ആബ്സെൻസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഓർഗനൽസ് ഒക്കെ ആബ്സെന്റ് ആണ്. സോ ദെയർ സെൽ സ്ട്രക്ചർ ഈസ് പ്രോകാരിയോട്ടിക്. അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽ സ്ട്രക്ചർ ആണ്. പക്ഷേ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ജീവികളാണ് ആര്? സൈനോബാക്ടീരിയ. അപ്പോൾ ചിലത് യൂണിസെല്ലുലാർ ആയിട്ട് കാണാം, എക്സാമ്പിൾ ആണത് സ്പിറുലിന. ചിലത് കൊളോണിയൽ ഫോമിൽ കാണാം, എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്. ചിലത് ഫിലമെന്റ് ആയി കാണാം, അതിന് പറയുന്നതാണ്, അതിന് എക്സാമ്പിൾ ആണ് ഓസിലറ്റോറിയ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോം. യൂണിസെല്ലുലാർ ആയിട്ട് കാണാം, കൊളോണിയൽ ആയിട്ട് കാണാം, ഫിലമെന്റൈസ് ആയിട്ട് കാണാം. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ളതാണ് സ്പിറുലിന. അതുപോലെ കൊളോണിയൽ ഫോമാണ് നോസ്റ്റോക്ക്. അതുപോലെ ഫിലമെന്റസ് ഫോമാണ് ഓസിലറ്റോറിയ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. സൈനോബാക്ടീരിയക്ക് എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നില്ല. ഇനി മറ്റു ചില പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ there is a large sized cells in the some cyanobacteria that is called heterocyst. അപ്പോൾ മറ്റു സെൽസിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാർജ് സൈസ്ഡ് സെൽസ് ഈ ചില സൈനോബാക്ടീരിയയിൽ കാണാം. ആ ലാർജ് സൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ് ഹെട്രോസിസ്റ്റ്. സോ ഹെട്രോസിസ്റ്റ് ഈസ് എ ലാർജ് സൈസ്ഡ് തിക്ക് വാൾഡ് സെൽ. വളരെ തിക്കായിട്ടുള്ള സെൽവാളും അതുപോലെ വലിയ സൈസുള്ള പ്രത്യേകതരം സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ സം സൈനോബാക്ടീരിയ ആൻഡ് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടു പെർഫോം നൈട്രജൻ ഫിക്സേഷൻ. എന്തിനാണ് ഈ സെല്ല്? നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യാനുള്ള ടൈപ്പ് സെല്ലാണെന്ത്? ഹെട്രോസിസ്റ്റ്. അപ്പോൾ ചില ബാക്ടീരിയൽ ഫിലമെന്റിൽ കാണുന്ന ലാർജ് സൈസ്ഡ് തിക്ക് വാൾഡ് സെല്ലാണ് ഹെട്രോസിസ്റ്റ്. This heterocyst help in the nitrogen fixation. ഓക്സിജൻ ഉള്ള സമയത്ത് പോലും നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. സാധാരണ പയറുചെടിയിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നുണ്ടെങ്കിലും അത് ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണ്. എന്നാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പോലും നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. അത് ചില സൈനോബാക്ടീരിയയിൽ കാണുന്ന ലാർജ് സൈസ്ഡ് സെല്ലാണ്. And cyanobacteria form symbiotic association with some other organisms. സൈനോബാക്ടീരിയകൾ സാധാരണഗതിയിൽ ഫ്രീ ലിവിംഗ് ആണ്. എന്നാൽ ചില സമയത്ത് ചില സൈനോബാക്ടീരിയകൾ മറ്റ് ജീവികളുമായി കൂടി ചേർന്ന് സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്നു. അതായത് സിംബയോട്ടിക് അസോസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. രണ്ട് ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് എന്താണ്? രണ്ട് ജീവികൾക്കും ഗുണമുള്ള തരം റിലേഷൻഷിപ്പ്. അപ്പോൾ സൈനോബാക്ടീരിയക്കും സൈനോബാക്ടീരിയ ഏത് ജീവിയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ആ ജീവിക്കും ഗുണമുണ്ടാകുന്ന തരത്തിൽ രണ്ട് ജീവികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് സിംബയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ ചില സൈനോബാക്ടീരിയ ഫ്രീ ലിവിംഗ് ആണെങ്കിലും ചില സൈനോബാക്ടീരിയകൾ സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ സൈനോബാക്ടീരിയ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ അവിടെ നോക്കുന്നത്? സൈനോബാക്ടീരിയ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻക്രീസിങ് ദ നൈട്രജൻ ഫെർട്ടിലിറ്റി ഓഫ് പാഡി ആൻഡ് ഷുഗർ കെയിൻ ഫീൽഡ്. അപ്പോൾ ഷുഗർ കെയിൻ ഫീൽഡ്, അതായത് കരിമ്പ് തോട്ടങ്ങൾ, അതുപോലെ നെൽപ്പാടങ്ങളിൽ ഇവിടെയൊക്കെ നൈട്രജൻ ഫെർട്ടിലിറ്റി, നൈട്രജൻ സാന്നിധ്യം അല്ലെങ്കിൽ നൈട്രജന്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ ഈ സൈനോബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സെൽസ് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. അപ്പോൾ അതുവഴി ഈ കരിമ്പ് തോട്ടങ്ങളിൽ, അതുപോലെ നെൽപ്പാടങ്ങളിൽ, അതുപോലെ വനത്തിലെ സോയിലിൽ, അതുപോലെ കുളങ്ങളിൽ ഇവിടെയൊക്കെ നൈട്രജന്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ സൈനോബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നു. And they also help in the elimination of mosquito larva. ഈ മലിനജലത്തിൽ കൊതുക് മുട്ടയിട്ട് അതിൻ്റെ ലാർവ വളരുമ്പോൾ ആ വളർച്ചയെ തടയാൻ, അല്ലെങ്കിൽ ആ ലാർവകളുടെ വളർച്ചയെ തടയാൻ, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ ഈ സൈനോബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദേ ആൾസോ ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ചില ആൻറ്റിബയോട്ടിക് മെഡിസിൻസിൻ്റെ പ്രൊഡക്ഷന് ഈ സൈനോബാക്ടീരിയകൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സൈനോബാക്ടീരിയയുടെ
സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സൈനോബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദേ ആർ ഗ്രാം നെഗറ്റീവ് പ്രോകാരിയോട്സ് വിച്ച് പെർഫോം ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ലൈക്ക് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ പോലെ തന്നെ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ജീവികളാണ് സൈനോബാക്ടീരിയ. ആൻഡ് ദേ മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെന്റസ്. ആൻഡ് ദേ ഹാവ് ക്ലോറോഫിൽ എ ലൈക്ക് ഗ്രീൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ പോലുള്ള ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. ആൻഡ് ദേ ഹാവ് സം സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് heterocyst which perform or which is specialized to perform nitrogen fixation. And they are some cyanobacteria may be symbiotic association with the other organism, and they are helpful in increasing the soil fertility or nitrogen fertility in soil and in ponds, and also they helpful in elimination of mosquito larvae, and they also help in production of antibiotics. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈനോ ബാക്ടീരിയയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ കിങ്ഡം മൊണീറയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. എന്താണ് മൈക്കോപ്ലാസ്മ? അപ്പോൾ മനുഷ്യരുൾപ്പെടെ മിക്ക ജന്തുക്കളിലും നിരവധി രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ ഒരു സൂക്ഷ്മ ബാക്ടീരിയയാണെന്ത്? മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്ന ജീവികൾ. അപ്പോൾ ഇതുവരെ അറിയപ്പെടുന്നതിൽ ഏറ്റവും ചെറിയ ജീവജാലങ്ങളാണിവ. എന്താണ് മൈക്കോപ്ലാസ്മ? മൈക്കോപ്ലാസ്മ ആർ ദ സ്മോളസ്റ്റ് നോൺ പ്രോകാരിയോട്സ്. ഇന്നുവരെ അറിയപ്പെട്ടതിൽ ഏറ്റവും സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ പ്രോകാരിയോട്ടാണ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദേ ആർ ഒക്കെ സാപ്രോട്രോഫിക്കലി ഇൻ സോയിൽ ഓർ ഇൻ സീവേജ് വാട്ടർ ആൻഡ് ഇൻ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇന്നുവരെ കാണപ്പെട്ടതിൽ അല്ലെങ്കിൽ അറിയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ പ്രോകാരിയോട്ടിക് ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. And they are present saprotrophically in soil. Saprotrophic ആണ്, saprophytic nutrition ആണ്. They occur in soil, sewage water, മണ്ണിലും മലിനജലത്തിലും, അതുപോലെ in decaying organic matter. ഈ ശവശരീരങ്ങളൊക്കെ വിഘടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിഘടിച്ചുകൊണ്ടിരിക്കുന്ന ചീഞ്ഞളിഞ്ഞ വസ്തുക്കളിലൊക്കെ കാണുന്നതാണെന്ന് മൈക്കോപ്ലാസ്മ. And they can survive without oxygen. ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണെന്ത്? മൈക്കോപ്ലാസ്മ. ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ പോലും ജീവിക്കാൻ കഴിയുന്നവരാണ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദേ ആർ ദ സ്മോളസ്റ്റ് ഫ്രീ ലിവിങ് മൈക്രോ ഓർഗാനിസം. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ചെറിയ ജീവജാലങ്ങളാണെന്ത്? മൈക്കോപ്ലാസ്മ. ഇതുവരെ നമ്മൾ അറിയപ്പെട്ടതിൽ, നമ്മൾ കണ്ടുപിടിച്ചതിൽ, മനുഷ്യർ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ചെറിയ ഫ്രീ ലിവിങ് മൈക്രോ ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദേ ലാക്ക് സെൽ വാൾ. അവർക്ക് എന്തില്ല? സെൽ വാളില്ല. ഇപ്പോൾ സെൽ മെംബ്രെയിൻ ഉള്ളൂ, സെൽ മെംബ്രെയിന് പുറത്ത് എന്തില്ല? സെൽ വാളില്ല. ഹെൻസ് ദേ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇപ്പോൾ സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പോ ഫോമോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പല ഷേപ്പിലും അതിനെ കാണാം. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറയുന്നതാണത് പ്ലിയോമോർഫിക്. അപ്പോൾ സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇപ്പോൾ പല രൂപത്തിലും അതിനെ കാണാം. അതിന് അങ്ങനെ പല രൂപത്തിലും കാണുന്നതിനാണ് പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞു. സിൻസ് ദീസ് ഹാവ് ഓർഗാനിസം നോ ഡെഫിനിറ്റ് ഷേപ്പ്, ദേ ആർ കോൾഡ് ദ ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജി. അപ്പോൾ കൃത്യമായ ഒരു ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട്, പല ഷേപ്പിലും കാണുന്നത് കൊണ്ട് ഈ മൈക്രോപ്ലാസ്മ അറിയപ്പെടുന്നത് ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജി. ജോക്കേഴ്സ് നമുക്കറിയാം എന്താണ്? കോമാളികൾ. അപ്പോൾ മൈക്രോബയോളജി അല്ലെങ്കിൽ സൂക്ഷ്മജീവികളിലെ ജോക്കർ, കോമാളിയാണ് ആര്? മൈക്കോപ്ലാസ്മ. എന്തുകൊണ്ടാണത്? ദേ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് പല രൂപത്തിലും പല ഷേപ്പിലും കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നത് ഒരു ഫ്ലാസ്ക് ഷേപ്പ്ഡ് മൈക്കോപ്ലാസ്മയാണ്. ഫ്ലാസ്ക് ഷേപ്പ്ഡ് അല്ല, നീണ്ട ആകൃതിയിലും ഉരുണ്ട ആകൃതിയിലും ഫ്ലാസ്ക് ഷേപ്പിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്താ പറയുന്നത്? ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് എ ടിപ്പിക്കൽ കൊളോണിയൽ അപ്പിയറൻസ്. കോളനി ഫോം അല്ലെങ്കിൽ ഒന്നിച്ചു കൂടി പല മൈക്രോപ്ലാസ്മകളും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു കോളനി ഫോമിലാണ് ബാക്ടീരിയ ഈ മൈക്രോപ്ലാസ്മയെ കാണുന്നത്. അപ്പോൾ പല ഗോളാകൃതിയിൽ, നീണ്ടാകൃതിയിൽ, അങ്ങനെ നേരത്തെ പറഞ്ഞ ഫ്ലാസ്ക് ഷേപ്പിൽ, അപ്പോൾ പല ഷേപ്പിലും ബാക്ടീരിയ കാണുന്നുണ്ട്. അവരൊരു കോളനി ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സം മൈക്രോപ്ലാസ്മ ഒക്കെ പാരസൈറ്റിക്കലി ഇൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ മറ്റ് ജന്തുക്കളിലും സസ്യങ്ങളിലും ഈവൻ മനുഷ്യരിൽ വരെ പാരസൈറ്റ് ആയിട്ട് ചില മൈക്രോപ്ലാസ്മകൾ കാണുന്നു. ഈ പാരസൈറ്റ് ആയിട്ട് കാണുന്നത്
പതോജൻസ് ആണ്, അതായത് രോഗാണുക്കളാണ്. ദേ കോസ് ഡിസീസസ്. ആൻഡ് ദ പതോജനിക് മൈക്രോപ്ലാസ്മ കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്. അപ്പം ഇങ്ങനെ ഈ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന രോഗാണുക്കളായിട്ടുള്ള മൈക്രോപ്ലാസ്മകൾ മനുഷ്യരിലും മറ്റു ജന്തുക്കളിലും അതുപോലെ സസ്യങ്ങളിലൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് മൈക്രോപ്ലാസ്മ. അപ്പം എന്തൊക്കെയാണ് മൈക്രോപ്ലാസ്മയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? മനുഷ്യരുൾപ്പെടെ മിക്ക ജന്തുക്കളിലും നിരവധി രോഗങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ സൂക്ഷ്മ ബാക്ടീരിയകളാണ് മൈക്രോപ്ലാസ്മകൾ. ഇതുവരെ അറിയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ ജീവജാലങ്ങളാണ് മൈക്രോപ്ലാസ്മ. ഇവര് കിങ്ഡം മോണിയറയിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ പ്രോകാരിയോട്ടിക് സെൽ സ്ട്രക്ചറാണ് മൈക്രോപ്ലാസ്മക്കുള്ളത്. പക്ഷെ എന്തില്ല? സെൽ വാള് ഇല്ല. അതുകൊണ്ട് പലതരത്തിലും പല രൂപത്തിലും ഇവരെ കാണപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ട് ഇവരെന്ത് പറയുന്നു? ജോക്കേഴ്സ് ഓഫ് മൈക്രോ ബയോളജി എന്നിവര് അറിയപ്പെടുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ടീരിയ. ഈ ബാക്ടീരിയ കൊണ്ട് എന്തൊക്കെയാണ്, ബാക്ടീരിയയുടെ പ്രാധാന്യം എന്താണ്? കിങ്ഡം മോണിയറയിലെ ബാക്ടീരിയയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ്? സോ ബാക്ടീരിയ ഹാവ് ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ എഫക്ട്സ്. ബാക്ടീരിയ കൊണ്ട് നമുക്ക് എന്തുണ്ട്? ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്ടീരിയ കൊണ്ടുള്ള യൂസ്ഫുൾ എഫക്ട്സ് അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. സോ ബാക്ടീരിയ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ബാക്ടീരിയകൾ എന്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ എന്തുണ്ട്? നൈട്രജൻ ഫിക്സേഷനിൽ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു. നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ നൈട്രജൻ സ്ഥിരീകരണം, അന്തരീക്ഷ നൈട്രജനെ മണ്ണിലെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ ബാക്ടീരിയകൾ പ്രധാന ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ദ ഡീക്കേയിങ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഈ ശവശരീരങ്ങൾ അതുപോലെ ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ ഡീകമ്പോസ് ചെയ്ത് ഡീക്കേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഓർഗാനിക് മെറ്റീരിയലിനെ വിഘടിപ്പിക്കുന്ന ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകരിൽ പ്രധാനപ്പെട്ട റോൾ ആർക്കാണുള്ളത്? ഈ കിങ്ഡം മോണിയറ അല്ലെങ്കിൽ ബാക്ടീരിയകൾക്കാണുള്ളത്. ആൻഡ് ദേ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ബാക്ടീരിയകൾ ഒരുപാട് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. മിൽക്ക് നമ്മുടെ പാലിൽ നിന്നും തൈരുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ പാലിൽ നിന്നും തൈര് ഉണ്ടാക്കുന്നത്. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ടാനിങ് ഓഫ് ലെതർ. ലെതർ ഇൻഡസ്ട്രിയിൽ ബാക്ടീരിയ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻസ്, ആൻറ്റിബയോട്ടിക്സ് ആൻഡ് മെഡിസിൻസ്. വിറ്റാമിൻസ് ഉൽപ്പാദനത്തിൽ അതുപോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉൽപ്പാദനത്തിൽ മറ്റ് മരുന്നുകളുടെ മെഡിസിൻസിൻ്റെ ഉൽപ്പാദനത്തിലൊക്കെ ബാക്ടീരിയക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ബാക്ടീരിയ ഇങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരങ്ങൾ നമുക്കെന്തുണ്ട്? ബാക്ടീരിയ കൊണ്ടുണ്ട്. എന്തൊക്കെയാണ്? ദേ ആർ ഇമ്പോർട്ടൻ്റ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ദേ ആർ ഇമ്പോർട്ടൻ്റ് ഇൻ ഡീക്കേയിങ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ. ഈ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ ശവശരീരങ്ങളൊക്കെ വിഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദേ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ഒരുപാട് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നു. ആൻഡ് മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്നും തൈരുണ്ടാക്കാൻ ബാക്ടീരിയ യൂസ് ചെയ്യുന്നു. ടാനിങ് ഓഫ് ലെതർ. ലെതർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ബാക്ടീരിയ പ്രധാന പങ്കുണ്ട്. ലെതർ വേർതിരിച്ചെടുക്കുന്നതിൽ. ആൻഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻസ്, ആൻറ്റിബയോട്ടിക്സ് ആൻഡ് മെഡിസിൻസ്. ആൻറ്റിബയോട്ടിക്സും വൈറ്റമിൻസും അതുപോലെ മെഡിസിൻസ് ഉണ്ടാക്കുന്നതിൽ ബാക്ടീരിയകൾക്ക് പ്രധാന പങ്കുണ്ട്. ഇനി എന്താണ് ബാക്ടീരിയ കൊണ്ടുള്ള ഹാംഫുൾ എഫക്ട്സ്? സം ബാക്ടീരിയ ആർ പതോജൻസ്. ഒരുപാട് ബാക്ടീരിയകൾ എന്താണ്? രോഗാണുക്കളാണ്, രോഗങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ആൻഡ് ദേ കോസ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ്, ക്രോപ്സ്, ഫാം ആനിമൽസ് ആൻഡ് പെറ്റ്സ്. അപ്പോൾ ഈ രോഗാണുക്കളായിട്ടുള്ള ബാക്ടീരിയകൾ, രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? മനുഷ്യർക്കും അതുപോലെ നമ്മുടെ ക്രോപ്സിന്, വിളകൾക്കും, നമ്മുടെ വളർത്തുന്ന മൃഗങ്ങൾക്ക്, മറ്റ് ആനിമൽസിനൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കി മനുഷ്യർക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നവരാണ് ആര്? ഈ ബാക്ടീരിയകൾ. ഫോർ എക്സാമ്പിൾ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് തുടങ്ങിയ രോഗങ്ങൾ. ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ചില രോഗങ്ങളാണത്. കോളറ വയറുള്ള രോഗമാണ് കോളറ. ടൈഫോയിഡ് ഒരു പനി രൂപത്തിലുള്ളതാണ് ടൈഫോയിഡ്. ടെറ്റനസ് ഇതൊക്കെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതുപോലെ ആന്ത്രാക്സ്, കന്നുകാലികൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ്. അതുപോലെ സിട്രസ് കാങ്കർ,
നാരങ്ങ ചെടിയിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിട്രസ് കാങ്കർ. അപ്പോൾ ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കി ക്രോപ്സ്, അതുപോലെ മറ്റ് ആനിമൽസിനും ഈവൻ മനുഷ്യർക്ക് വരെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കുക വഴി മനുഷ്യർക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയയുടെ ഒരു ഹാംഫുൾ എഫക്ട്സ് ആണ്. അപ്പോൾ സാധാരണ അറിയപ്പെട്ട രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, ടൈറ്റനസ്. അപ്പോൾ ഇത്രയാണ് കിങ്ഡം മോണിറയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ കിങ്ഡം മോണിറയെ കുറിച്ചും അതിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ റീപ്രൊഡക്ഷന് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവസാനം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കിങ്ഡം മോണിറ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറൻസ് ആർ വെരി യൂസ്ഫുൾ ഓർഗാനിസംസ്. നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഓർഗാനിസമാണെന്ത്? മോണിറൻസ്. ദേ എൻറിച്ച് ദ സോയിൽ ആൻഡ് സെർവ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് നൈട്രജൻ സൈക്കിൾ. മണ്ണിനെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിച്ച് മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിൽ, മണ്ണിനെ ഫലപുഷ്ടമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആര്? ഈ കിങ്ഡം മോണിറൻസിൽ. ആൻഡ് ദേ ആൾസോ ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഓഫ് സം ഫുഡ് ഐറ്റംസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിനും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉൽപ്പാദനത്തിനും ഈ ബാക്ടീരിയകൾ സഹായകമാണ്. ആൻഡ് മെഥനോജൻസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ്. മലിനജലത്തിൽ അതിൻ്റെ സംസ്കരണത്തിൽ ഒക്കെ മെഥനോജനുകൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് മെനി ഓർഗാനിസംസ് റിലേ ഓൺ ആർക്കിബാക്ടീരിയ ആസ് ദ സോഴ്സ് ഓഫ് ഫുഡ്. പല ജീവജാലങ്ങളും ഭക്ഷണത്തിൻ്റെ ഉറവിടമായി ആർക്കിബാക്ടീരിയയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിങ്ഡം മോണിറൻസ് കൊണ്ടുള്ള ഉപകാരങ്ങളാണ്, അല്ലെങ്കിൽ അവയുടെ പ്രധാന പ്രത്യേകതകളാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒന്നാമത്തെ കിങ്ഡം കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ കിങ്ഡമായ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും എക്സാംസിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിച്ചെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ടാമത് പഠിക്കുക. അപ്പോൾ ആദ്യം പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക, രണ്ടാമത് അതിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പോൾ വരുന്ന എക്സാമുകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും അത്തരം അഡീഷണൽ ഇൻഫർമേഷൻസ്. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.